നമ്മൾ പണ്ട് അടൂർ ബാസി അദ്ദേഹം കോമഡി ചെയ്യുന്ന ഒരു സമയം അദ്ദേഹത്തിന് ഒരു മീറ്റർ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ജഗദീഷ് ശ്രീകുമാർ സാറിലേക്ക് വരുന്നു, അദ്ദേഹത്തിൻ്റെതായ ഒരു മീറ്റർ ഉണ്ട്. പിന്നീട് ഇങ്ങോട്ട് വന്ന് ഒരുപാട് ഒട്ടനവധി താരങ്ങളുണ്ട്. സലീം കുമാർ ചേട്ടനുണ്ട്, സുരാജ് ചേട്ടനുണ്ട്. അവരൊക്കെ ട്രാക്ക് കൊച്ചിൻ ഖനീഫ സാറുണ്ട്. അവരൊക്കെ ട്രാക്ക് മാറ്റിയ സമയത്താണ് അജു വർഗീസിൻ്റെ ഒരു എൻട്രി വരുന്നത്. പിന്നീട് വരുന്ന ഒരു ജനറേഷനിലെ ഒരു മെയിൻ നമ്മുടെ ഹ്യൂമർ കണ്ട് ചിരിച്ചത് സംഗീതത്തിലാണ്. ഇപ്പോൾ പ്രേമലു ആണെന്നുണ്ടെങ്കിലും ഹരിഹർസുധനാണെന്നുണ്ടെങ്കിലും ആ സിനിമ കൊണ്ടുപോയത്, ഇപ്പോൾ ഹരിഹർസുധൻ ഓഫ് കോഴ്സ് ആ സിനിമ കൊണ്ടുപോയത് സംഗീതിൻ്റെ ഒരു ക്യാരക്ടറും അതിൻ്റെ ഒരു മീറ്ററുമാണ്. ഇപ്പോൾ ഈ മുൻ തലമുറയിൽപ്പെട്ട ആളുകൾ ഹ്യൂമർ ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് ഒരു നടൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി കണ്ടിട്ടുണ്ടാവാം. നമ്മളെ അത് എന്താണ്, നമുക്കത് പ്രചോദനമായിട്ടുണ്ടാവാം. സംഗീത ഒരു ഹ്യൂമർ ചെയ്യുന്ന സമയത്ത് അത് ഇങ്ങനെ ആവരുത്, ഒരുപാട് ആക്ഷൻ ചെയ്തുകൊണ്ടാവരുത്, അല്ലെങ്കിൽ ശരീരം ഇളക്കി ആവരുത്, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ഗോഷ്ഠികൾ കാണിച്ചിട്ടാവരുത്, ഈ വെർബലി ഞാൻ സംസാരിക്കാൻ വേണ്ടത് ഹ്യൂമർ പറയണം, അങ്ങനെ എന്തെങ്കിലും മനഃപൂർവ്വമായിട്ടുള്ള പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു? ഞാൻ അങ്ങനെ ഒരു ലിമിറ്റ് ചെയ്യാറില്ല ഒരു കാര്യവും. ആക്ഷൻസ് വരരുതെന്നോ ആക്ഷൻസ് വരണം എന്നുള്ളത് ലിമിറ്റ് ചെയ്യാറില്ല. പക്ഷെ അതല്ലാതെ പ്രിപ്പറേഷൻസ് ഉണ്ടാവാറുണ്ട്. ഓഫ് കോഴ്സ് എല്ലാ സീക്വൻസിലും ഞാൻ കൂടുതൽ വർക്ക് ചെയ്യുന്നത് ടെക്സ്റ്റിലാണ്. വെർബൽ കൗണ്ടറുകളിലൊക്കെ ആയിരുന്നു എനിക്ക് ആദ്യത്തെ 2 സ്ഥലത്തും എനിക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ളത്. ബാക്കിയൊക്കെ അവർ പറയുന്നത് തന്നെ ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ ഹരിഹരസുധൻ പ്രത്യേകിച്ച് ഞാൻ കുറേ ടെക്സ്റ്റിലൊക്കെ ഡയലോഗ്സ് ഒക്കെ കുറേ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ലിമിറ്റ് ചെയ്യാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അത് അത്രയ്ക്കൊന്നും പ്രിപ്പയർഡ് ഒന്നും ആയിട്ടില്ല ആസ് ആൻ ആക്ടർ. നമ്മൾ ഒരു ഗോ വിത്ത് ദ ഫ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നതാണ്. പിന്നെ ഞാൻ തന്നെ കാണുമ്പോഴും ചില ആൾക്കാർ പറയുമ്പോഴും ഒക്കെ തോന്നാറുണ്ട്, ഇപ്പോൾ സുമേഷ് ചേട്ടൻ പറഞ്ഞ പല ആക്ടേഴ്സിൻ്റെയും ഇൻഫ്ലുവൻസ് എന്നിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ന്യൂആൻസസ് ഞാൻ കാണിക്കുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് എൻ്റെ അടുത്ത് ചില സ്ഥലങ്ങളിലൊക്കെ പറയുമ്പോൾ അത് വരാറുണ്ട്. അത് എനിക്കും തോന്നിയിട്ടുണ്ട്, ഞാനതിനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഓർഗാനിക് ജെന്യുവിനായിട്ടും ഓർഗാനിക്കലി വരുന്നത് തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷെ കുഞ്ഞുനാളോടങ്ങിയുള്ള അതാണ് നമ്മളുടെ കോമഡി എന്ന് പറഞ്ഞ് നമ്മൾ ഫീഡായി കിടക്കുന്നത്. അപ്പൊ അതിങ്ങനെ വരുന്നുണ്ട്. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷനിൽ പ്രൊഡക്ഷൻ നമ്പർ 20 വരുന്നു. സംഗീതും മമിതയാണ് ഒരുമിച്ച് വരുന്നത്. പിന്നെ ഒരു സിനിമ കൂടി മെഡിക്കൽ മിറാക്കിള് വലിയ ചെവിയൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സിനിമ അനൗൺസ് ചെയ്യുന്നു. അപ്പം ഒരു നെഗറ്റീവ് ഷെയ്ഡ് വരുന്നു, പിന്നീട് സപ്പോർട്ടിങ് ക്യാരക്ടർ വരുന്നു, കോമഡി ആയിരുന്നു, ഇപ്പം നായകനിലേക്കുള്ളൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് കരിയറിൻ്റെ മാറ്റം സംഭവിക്കുന്നത്. ഈ കൃത്യമായ പ്ലാനിങ് ആണോ, അതെയോ ഈ പറഞ്ഞ പോലെ ഗോത്ത് ഫ്ലോ എന്ന് പറഞ്ഞ പോലെ ആ ഒരു മൂഡിൽ പോയിക്കൊണ്ടിരിക്കുന്നു? സോർട്ട് ചെയ്യുന്നത് മാത്രമാണ് എൻ്റെ ജോലി. പ്ലാനിങ് ഇങ്ങനെ വരണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ടായി, പക്ഷെ അതിനനുസരിച്ച് കറക്റ്റ് നമ്മൾക്ക് പ്രൊജക്റ്റ് വന്നുകൊണ്ട് മാത്രമാണ് ചൂസ് ചെയ്യാൻ പറ്റിയത്. വളരെ ജെനുവിൻലി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നായകനാവുക എന്ന് പറയുന്നത് പോലും അതിപ്പോൾ വേണ്ട എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഈ 2 സിനിമകളും ആസ് സബ്ജക്റ്റ് വൈസും കണ്ടന്റ് വൈസും ക്രൂ വൈസും ഒക്കെ ഭയങ്കര ക്വാളിറ്റി ഉള്ളതായതുകൊണ്ടാണ് നായകനായത്. അതല്ലാതെ ഞാൻ നായകനാവാൻ വേണ്ടി വന്നതല്ല. ആക്ച്വലി ഞാൻ നല്ല സിനിമകളുടെ ഭാഗമാവുക, ചെറിയ റോളാണെങ്കിലും ഒരു മാർക്ക് ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സിനിമകൾ ചൂസ് ചെയ്ത് പോരുന്നതിൻ്റെ ഇടയിലാണ് ഇത്തരം നല്ല സിനിമകൾ വന്നത്. ഇപ്പോഴും ഇനിയിപ്പോൾ ഭയങ്കര ഹോപ്പ്ഫുള്ളി കാണുന്ന സിനിമയാണ് ഹൃദയപൂർവ്വത്തിൻ്റെ ഒപ്പം തന്നെ കാണുന്ന സിനിമയാണ് ബേബി ഗേളിലും ഇതുപോലെ ഇതിനു മുമ്പ് കാണാത്ത ഒരു പരിപാടി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞു ഷൂട്ട് കഴിഞ്ഞു, ഡബ് നടക്കാണ് ഇപ്പോൾ. ഷൂട്ട് മൊത്തം കഴിഞ്ഞു. അതിലും ഹ്യൂമർ മൂഡാണോ അതെയോ? അല്ല, അതിലൊരു ഫ്രെയിമിൽ പോലും ഹ്യൂമർ ഇല്ല. അതൊരു അങ്ങനത്തെ ഒരു സഞ്ജയ് ചേട്ടനാണ് സ്ക്രിപ്റ്റ്, സഞ്ജയ് ബോബി. പിന്നെ അരുൺ വർമ്മ നമ്മുടെ ഗരുഡന്റെ ഡയറക്ടറാണ്, ലിസ്റ്റിൻ ചേട്ടൻ. ഞാൻ ഭയങ്കര പ്രതീക്ഷയോടെ കാണുന്ന ഒരു സിനിമയാണ്. അതുപോലെ തന്നെ വരട്ടെ. സംഗീത ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടി ഒരു പടം ഇങ്ങനെ പ്ലാൻ ചെയ്ത സമയത്താണ് പ്രേമലു ഹിറ്റ് അടിക്കുന്നത്. പിന്നീട് അന്നാ തൽക്കാലം ഡയറക്ഷൻ ഇനി കുറച്ച് അഭിനയത്തിലേക്ക് നോക്കാം, അങ്ങനെ ഒരു ഡിസിഷൻ വന്നില്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാല് പ്രേമിൽ ഇറങ്ങുന്നതിന്റെ ഒരു 4 ദിവസം മുമ്പ് ഞങ്ങളൊരു പ്രൊഡ്യൂസറെ പോയി കണ്ടിരുന്നു. അതും ഇപ്പൊ എണ്ണം പറയാനാണെങ്കിൽ അവിടെയും ഉണ്ട് കേട്ടോ. ഞങ്ങളൊരു 10-36ഓളം പ്രൊഡ്യൂസറിന്റെ അടുത്ത് കഥ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഡിനോയ് ചേട്ടൻ. അന്ന് ഡിനോയ് ചേട്ടൻ റൈറ്റർ, ഞാൻ ഡയറക്ടറും ആയിരുന്നു. അപ്പൊ അന്നൊരു വേറൊരു സബ്ജക്റ്റ് ആയിരുന്നു. അപ്പൊ അത് ഇതുപോലെ ഇങ്ങനെ റെഡിയാവും. സത്യം പറഞ്ഞ 2 സ്ഥലത്ത് അഡ്വാൻസ് വരെ കിട്ടിയതാ, പക്ഷേ തിരിച്ചു കൊടുത്തിട്ടില്ല.
അത് ഞാൻ കൊടുക്കില്ലതൊക്കെ. അതുകൊണ്ടല്ല, പല കാരണങ്ങൾ കൊണ്ടിട്ടും നമ്മൾക്ക് എല്ലാവരുടെയും അന്ന് ആർക്കും മാർക്കറ്റില്ല എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയാണ്. ഇപ്പൊ പല പ്രശ്നങ്ങൾ കൊണ്ടിട്ടും പടം പിന്നെ മാറി മാറി പോവും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇടയ്ക്ക് വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ ഓർക്കുന്നുണ്ട്, അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് അത്ഭുതപ്പെട്ടു പോയി. ഞാനൊരു ആക്ടിങ് കോഴ്സ് ചെയ്യാൻ പോവാണെന്ന്. സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു പ്രേമലു കഴിഞ്ഞ് നിൽക്കുന്ന സമയം, ഒരു ഹിറ്റ് വരുന്ന ഒരു സമയത്ത് ഒരു ആക്ടർ പോയി വീണ്ടും ഒരു ആക്ടിങ് കോഴ്സിൽ ഏർപ്പെടുക എന്നത് വളരെ റെയറായിട്ട്. എന്തായിരുന്നു അങ്ങനെ ഒരു ഡിസിഷൻ? അഭിനയം പഠിക്കണം എന്നുള്ളൊരു ഡിസിഷൻ ഞാൻ ആക്ച്വലി സ്വയം പുതുക്കലായിരുന്നോ? എങ്ങനെയാണത്? അത് നടക്കുന്നുണ്ട് ആക്ച്വലി. ലിറ്റിൽ മിസ് റാവുത്തർ എന്ന് പറഞ്ഞൊരു പടത്തിലും ഇതുപോലെ പ്രേമലുവിന് മുമ്പേ ഒരു ആക്ടിങ് ക്യാമ്പ് ഞാൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നത് അവിടെ വെച്ചിട്ടാണ്. സ്റ്റേറ്റ്, എനിക്ക് എഡിറ്റിംഗിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പടം, പക്ഷെ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അന്നാണ് ആദ്യമായിട്ടൊരു ആക്ടിങ് ക്യാമ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പം റെസ എന്ന് പറഞ്ഞിട്ട് ഇവിടെ തൃപ്പൂണിത്തുറയിലെ ഒരു ടീമുണ്ട്, രാഹുൽ എന്ന് പറഞ്ഞിട്ടൊരു ആളാണ് ഇത് ചെയ്യുന്നതൊക്കെ, ഫാക്കൽറ്റി ചെയ്യുന്നതൊക്കെ. അപ്പോൾ അത് നമ്മൾക്ക് ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിലല്ലാതെ നമ്മളുടെ ഒരു ആസ് എ ഹ്യൂമൻ ബീയിങ്ങും അല്ലെങ്കിൽ നമ്മളുടെ മെൻ്റലി ഉള്ള മെച്യൂരിറ്റിയൊക്കെ അതിൽ നിന്ന് ലിഫ്റ്റ് ആവുന്നതായിട്ട് എനിക്ക് അതിന് മുമ്പേ തോന്നിയിരുന്നു. ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു. അത് ഞാൻ പ്രേമലുവിന് മുമ്പ് അറ്റൻഡ് ചെയ്തു, ബ്രൊമാൻസിന് മുമ്പ് അറ്റൻഡ് ചെയ്തു, ബേബികളിന് മുമ്പ് അറ്റൻഡ് ചെയ്തു. ഇത് സമയം വെച്ചിട്ടാണ് ആക്ച്വലി. പക്ഷേ എഗെയിൻ അതിൽ രസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 3 തവണയും നമ്മൾ പ്രാക്ടീസ് ചെയ്തത് സെയിം ആണ്. പക്ഷെ നമ്മൾക്ക് കിട്ടുന്ന അതിൻ്റെ ഔട്ട്പുട്ട്സും റിയലൈസേഷൻസും പ്രാക്ടീസസും എല്ലാം പുതിയതായിരുന്നു. അപ്പം അതുകൊണ്ട് സെയിം തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ലൈക്ക് ഒരു എക്സസൈസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ ആക്ടിങ് ട്രെയിനിങ് എടുക്കുന്നുണ്ട്, ഇപ്പോഴും പോകുന്നുണ്ട്. ഓക്കെ. ഓരോ സിനിമയ്ക്ക് മുന്നേയും പോകുന്നുണ്ട്. അങ്ങനെ ഒരു സിനിമയ്ക്ക് മുമ്പ് എന്നുള്ളത് അങ്ങനെ നടക്കൽ ഇപ്പോൾ കുറഞ്ഞു തുടങ്ങി, നമ്പർ ഓഫ് സിനിമകൾ കൂടിയതുകൊണ്ട്. പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ റസയിൽ പോവാറുണ്ട്. റസ എന്ന് തന്നെയല്ല, ഏത് സ്ഥലങ്ങളിലെ ഏത് ഇതുപോലത്തെ ക്യാമ്പുകളാണെങ്കിലും അവർ നമ്മളെ കുറച്ചും കൂടി എന്താ പറയുക ട്രാൻസ്ഫോം ചെയ്യും. ഒരു നല്ല പരിപാടി ആയിരിക്കും തോന്നുന്നു. ഈ നമ്മൾ ഹൃദയപൂർവ്വത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എന്താണ് അത് സിനിമ പറയുന്ന സംഭവം? എന്താണ്? ഒന്നും പിടുത്തം കിട്ടിയിട്ടില്ല ട്രെയിലർ. ഒരു പക്ക നമുക്ക് ചിരിക്കാനുള്ള സാധനം എന്നുള്ളത് തന്നെ അപ്പുറം വേറെ ഒന്നും പിടുത്തം കിട്ടിയിട്ടില്ല. അത് തന്നെയാണ് എനിക്ക് പറയാൻ ഇപ്പോൾ അനുവാദമുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ ഭയങ്കര ചിരിയിലൂടെ ആയിരിക്കും ഓരോ സീക്വൻസസും മുമ്പോട്ട് പോകുന്ന. നമ്മളുടെ വിൻറ്റേജ് ലാലേട്ടൻ്റെ കുറേ രസങ്ങളും ഒക്കെ ആയിരിക്കും. പിന്നെ സത്യൻ സാറിൻ്റെ സിനിമ കാണുമ്പോൾ അവിടെ നമ്മൾ പുതിയ കാര്യങ്ങൾ പ്രതീക്ഷിച്ചു പോകുന്നു എന്നതിനേക്കാൾ സത്യൻ സാറിന്റെ സിനിമ കാണുന്നതാണ് നമുക്ക് സന്തോഷം. അത്രേ ഉള്ളൂ. അവിടെ നമുക്ക് പുതിയത് കിട്ടിയാലായിരിക്കും നമുക്ക് ഇത് വേണ്ട, നമുക്ക് പഴയത് മതി എന്ന് പറയുന്നത്. അതുപോലെ അദ്ദേഹം മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹം മഴ ചെയ്താൽ ഇത് കാലഘട്ടത്തിന്റെയും അല്ലെങ്കിൽ നമ്മൾ വന്നേക്കുന്ന ആക്ടേഴ്സിന്റെ ഒക്കെ ആയിട്ടുള്ള കുറെ പ്ലേസ്മെന്റുകളുടെ വ്യത്യാസം മാത്രമാണ്. അതല്ലാതെ ആ സിനിമയിൽ ആ ഇമോഷൻസും ആ രസങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എപ്പോഴും ചോദിക്കുമ്പോൾ, ഞാൻ നേരത്തെ സത്യൻ സാറിനെ പരിചയപ്പെടുന്നതിന് മുമ്പും പറയുമായിരുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ചോദിക്കുമ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റുന്ന മനസ്സിനക്കരയൊക്കെ. അപ്പോൾ മനസ്സിനക്കര ഇഷ്ടമുള്ള നമ്മൾക്ക് അങ്ങനത്തെ സിനിമ, സത്യൻ സാറിൻ്റെ സിനിമകൾ ഇഷ്ടമുള്ള നമ്മൾക്ക് ഭയങ്കര സന്തോഷം തരുന്ന സിനിമയായിരിക്കും.